ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ പ്രത്യേക പഠന വിഷയം ബൈബിളിനെ കുറിച്ചുള്ളതാണ്. ഈ പഠന പരമ്പരയുടെ 108ാമത്തെ അവതരണത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം ബൈബിൾ. ഈ പുസ്തകത്തെക്കുറിച്ചുള്ള വിവിധമായ വശങ്ങൾ നാം ഇന്ന് 108ാമത്തെ അവതരണത്തിൽ എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കാൻ ആരംഭിച്ചു. ദൈവഹിതം തിരിച്ചറിയുക അഥവാ ദൈവഹിതം കണ്ടെത്തുക. ഈ സുപ്രധാന വിഷയ പഠനമാണ് നാം ആരംഭിച്ചത്. നാം കണ്ടു, ദൈവമക്കളായിട്ടുള്ളവർ വളരെയധികം ബുദ്ധിമുട്ടുന്നൊരു വിഷയമാണ്. വാസ്തവത്തിൽ ബുദ്ധിമുട്ടല്ല, പക്ഷെ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരു വിഷയമാണ്. അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവഹിതം, ദൈവ ഇഷ്ടം എന്താണ് എന്ന് തിരിച്ചറിയുക. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല നാം ജീവിക്കേണ്ടത്. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ജീവിക്കണം. അത് വളരെ അടിസ്ഥാനപരമായ ഒരു തിരിച്ചറിവാണ്. ദൈവ ഇഷ്ടം തിരിച്ചറിയണം. ഈ ദൈവ ഇഷ്ടം തിരിച്ചറിയുന്നതിനുള്ള താല്പര്യക്കുറവ് നിമിത്തം, ശ്രദ്ധക്കുറവ് നിമിത്തം വ്യത്യസ്ത അഭിപ്രായങ്ങളും ആലോചനകളും നിഗമനങ്ങളും താല്പര്യങ്ങളുമാണ് മനുഷ്യകുലത്തിൻ്റെ, ദൈവമക്കളുടെ, ദൈവജനത്തിൻ്റെ നടുവിൽ പോലും കണ്ടുവരുന്നത്. അത് രക്ഷയെക്കുറിച്ചാകാം, സഭയെക്കുറിച്ചാകാം, ആരാധനയെക്കുറിച്ചാകാം, സുവിശേഷ വേലയെക്കുറിച്ചാകാം. വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് പലരും പലതും കണ്ടുവച്ചിരിക്കുന്നത്. മനസ്സിലാക്കി, അതിൻ്റെ പേരിൽ ദൈവമക്കളുടെ ഇടയിൽ വളരെയധികം ഭിന്നതകൾ കണ്ടുവരാറുണ്ട്. ഓരോരുത്തരും അവരുടെ സ്വന്തം നിഗമനങ്ങളും താല്പര്യങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് മറ്റുള്ളവരെ അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവഹിതം എന്താണ്, ഈ വിഷയത്തിൽ ദൈവമെന്ത് പറഞ്ഞിരിക്കുന്നു, ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ ആലോചന എന്താണ്, ദൈവത്തിൻ്റെ ആധികാരികമായ വചനത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്, അത് അന്വേഷിക്കാൻ പലരും മെനക്കെടുന്നില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട മത നേതാക്കന്മാരുടെ വാക്കുകൾ ചെവി കൊടുത്ത് അതിനെ പൂർണ്ണമായി അന്ധമായി വിശ്വസിച്ചുകൊണ്ട് പരസ്പര വൈരുദ്ധ്യത്തിലും പരസ്പരമായിട്ടുള്ള വാശിയിലും വിരോധത്തിലും ഇങ്ങനെ ദൈവജനങ്ങൾ തമ്മിലടിക്കുന്നൊരവസ്ഥ കണ്ടുവരാറുണ്ട്. ദൈവം പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കാൻ നമുക്ക് അവകാശമില്ല. അതോടൊപ്പം ദൈവം പറഞ്ഞതിൽ നിന്ന് എടുത്തു കളയാനും നമുക്ക് അവകാശമില്ല. ദൈവം കൽപ്പിച്ചതുപോലെ, നോഹ ചെയ്തതുപോലെ, മോശ ചെയ്തതുപോലെ, ദൈവം കൽപ്പിച്ചതുപോലെയൊക്കെയും അവർ ചെയ്തു. അത് പെട്ടകം പണിയുന്ന കാര്യത്തിലായാലും സമാഗമന കൂടാര നിർമ്മിതിയുടെ കാര്യത്തിലായാലും അതിനപ്പുറം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. ഇപ്പം ദൈവഹിതം എന്താണ്? ഓരോ വിഷയം നേരിടുമ്പോഴും, ഒരു വിവാഹമാകാം, ആരാധനയാകാം, വസ്ത്രധാരണമാകാം, സുവിശേഷ വേലയാകാം, ആഹാരകാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്ത് കാര്യം, ദൈവഹിതം ഇതിലെന്താണ്, എങ്ങനെയാണ് ദൈവം ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കണം. ദൈവം പറഞ്ഞിട്ടുള്ള വിഷയമുണ്ടെങ്കിൽ അത് ആത്മീയമായ ഒരു കേട് നമുക്ക് വരാത്ത തരത്തിൽ, ജഡീകമായ ജീവിതത്തിലേക്ക് നമ്മൾ വീണുപോകാതിരിക്കുന്ന തരത്തിൽ സുബോധത്തോടെ തീരുമാനമെടുക്കണം. നമ്മൾ ഏത് വാഹനം ഉപയോഗിക്കണം എന്നതിന് ദൈവം വ്യക്തമായി പറയാറില്ല. പക്ഷേ നമുക്കത് ആഡംബരമാകരുത്, ജഡത്തിലുള്ള നമ്മുടെ ജീവിതത്തെ വെളിപ്പെടുത്തുന്ന അവസ്ഥയാകരുത്. നമുക്ക് സൗകര്യമുള്ള ഒരു വാഹനമുണ്ടെങ്കിൽ അത് തൃപ്തരാകുക. അത് മാസം തോറും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവത്തിൽ നിശബ്ദത പാലിക്കുന്ന വിഷയങ്ങളുണ്ടാകും സാധാരണ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ. അത് മൊത്തത്തിൽ പൊതുവായ തരത്തിൽ ആത്മീകമായി മുൻതൂക്കം കൊണ്ട് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന വിധത്തിൽ തീരുമാനങ്ങളെടുക്കണം. അപ്പം മനുഷ്യൻ്റെ പ്രശ്നം എപ്പോഴും ദൈവജനത്തിന് നടുവിൽ കാണുന്ന ഭിന്നതയുടെ കാരണം ദൈവത്തിൽ നിന്ന് എടുത്തു കളയുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഏറ്റവും വലിയ പ്രശ്നമായി കാണുന്നത് ദൈവം പറയാത്ത കാര്യങ്ങൾ മനുഷ്യൻ്റെ മേലടിച്ചേൽപ്പിക്കും. ആഭരണം ധരിക്കരുത്, വെള്ളവസ്ത്രം തന്നെ ധരിക്കണം, താടിയും മുടി നീട്ടി വളർത്തരുത്, മീശ വയ്ക്കരുത്, മുടിയുടെ നീളം ഇത്രയും ഇതിൽ കൂടുതൽ കൂടാൻ പാടില്ല. ദൈവം പറഞ്ഞിട്ടില്ലാത്ത വിഷയങ്ങളെ മനുഷ്യൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന അവസ്ഥ പൊതുവെ കണ്ടുവരുന്നു. ഇതിൻ്റെ പേരിൽ പലപ്പോഴും ഭിന്നതകൾ കണ്ടുവരാറുണ്ട്. ശരിയാണ്, പരസ്പരം ഇടർച്ച വരുത്താത്ത രീതിയിൽ വേണം നമ്മൾ വസ്ത്രം ധരിക്കാനും ആഭരണം ധരിക്കാനും മുടി വെട്ടുവാനും എല്ലാം. ആർക്കും ഇടർച്ചയാകരുത് നമ്മുടെ ശീലങ്ങൾ. അത് നമ്മുടെ പൊതുവായിട്ടൊരു ധാരണയും ബോധവുമായിരിക്കണം. ഇപ്പോൾ എല്ലാ വചനം പഠിക്കുന്ന, വചനമറിയാൻ, വചനത്തെ സ്നേഹിക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം, വചനത്തിൽ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ജീവനും ഭക്തിക്ക് വേണ്ടിയതൊക്കെയും വചനത്തിലുണ്ട്. ദൈവഹിതം കണ്ടെത്തണം. ഏത് കാര്യത്തെക്കുറിച്ച് തീരുമാനിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് ഒരുമിച്ച് വിടുമ്പോൾ 4 ഗിറ്റാറും 2 വയലിനും 2 ഡ്രംസുമൊക്കെ ആയിട്ട് കടന്നു വരേണ്ടതുണ്ടോ? ദൈവഹിതം ഇക്കാര്യത്തിൽ എന്താണ്? ദൈവഹിതത്തിൽ എങ്ങനെയാണ് ദൈവത്തെ പാടി സ്തുതിക്കേണ്ടത്? ഹൃദയത്തിൽ നിന്നാണ്. ഒരു ഉപകരണമല്ല നമ്മെ നിയന്ത്രിക്കേണ്ടത്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണം. അത് വളരെ പ്രധാനമായിരിക്കണം. അതിലായിരിക്കണം നമ്മുടെ ഊന്നൽ. ആത്മീകമായ സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഗാനങ്ങൾ വേണം പാടാൻ.
ഉപദേശത്തിൽ വിശുദ്ധിയും വ്യക്തതയും ഉണ്ടാകണം. അപ്പം നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവഹിതം കണ്ടെത്തുമ്പോൾ നാം ഒരിക്കലും ദൈവത്തിൻ്റെ ഹിതത്തോട് കൂട്ടിച്ചേർക്കരുത്, നമ്മുടെ അഭിപ്രായം കൂടെ കൂട്ടിച്ചേർക്കരുത്. അതിൽ നിന്ന് എടുത്തുകൾ. ഇപ്പം ഹോട്ടലിൽ ഈ ആഹാരമുണ്ടാക്കുന്ന അടുക്കളയിൽ നിന്ന് ആഹാരമുണ്ടാക്കി അവിടെ കുക്ക് ആഹാരമുണ്ടാക്കി നമ്മുടെ കയ്യിൽ തരുമ്പോൾ നമ്മൾ വെയിറ്ററാണെന്ന് വിചാരിക്കുക. വെയിറ്ററായി നമ്മൾ ഉണ്ടാക്കി ലഭിച്ച ആഹാരം നമ്മൾ കൊണ്ടുപോയി ആവശ്യക്കാരന് കൊടുക്കേണ്ടതാണ് ചെയ്യേണ്ടത്. അല്ല, അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും അധികമായി ചേർത്ത് വിളമ്പരുത്. കൂട്ടിച്ചേർക്കരുത് വചനത്തോട്. ദൈവം പറയുന്നത് തന്നെ പ്രസ്താവിക്കണം. ഒരുത്തൻ പ്രസ്താവിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് തന്നെ പ്രസ്താവിക്കുക. എഴുതിയിരിക്കുന്നതിന് അപ്പുറം നമ്മളൊന്നും പറയാൻ പാടില്ല. അതോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുന്ന എടുത്തു കളയരുത്. നമുക്ക് ഇഷ്ടമുള്ളവരാണെന്ന് പറഞ്ഞുകൊണ്ട്, നമുക്ക് പ്രിയപ്പെട്ടവരാണെന്ന് പറഞ്ഞ്, നമ്മുടെ മാതാപിതാക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ദൈവമനുസരിച്ച് സ്നാനപ്പെടണമെന്ന് പറയുന്നത് മടി കാണിക്കരുത്. സ്നാനപ്പെടേണ്ടവർ സ്നാനപ്പെടണമെന്ന് തന്നെ പറയണം. അത് മറച്ചു വയ്ക്കരുത്. നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കരുത്. എടുത്തു കളയരുത്, കൂട്ടിച്ചേർക്കരുത്, എടുത്തു കളയരുത്. അപ്പോൾ ദൈവഹിതം കണ്ടെത്തുക, അത് വളരെ പ്രധാനമാണ്. ദൈവിക കൽപ്പനകൾ അത് നമ്മൾ അനുസരിക്കണം ദൈവത്തെ പ്രസാദിപ്പാൻ. ദൈവം ആരില്ല പ്രസാദിക്കുന്നത്? തൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരിൽ, വചനത്തിൽ വിറയ്ക്കുന്നവരിൽ, ദൈവം പറയുന്ന പോലെ അനുസരിക്കുന്നവരിൽ ദൈവം വളരെയധികം ഇഷ്ടപ്പെടുകയാണ്. നമുക്ക് ഈ വിഷയം തുടങ്ങാം. ആദ്യമായി ദൈവഹിതം കണ്ടെത്തൽ, ദൈവഹിതം കണ്ടെത്തുക. ഇതാണ് നമ്മുടെ വിഷയം. തിരുവെഴുത്തുകളിലുടനീളം ദൈവം ഒരു വ്യക്തമായ മാതൃക തന്നിട്ടുണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിന് വേണ്ടി. മനുഷ്യജീവിതത്തിന് ആധാരമായൊരു ജീവിത മാതൃക ദൈവം തിരുവചനത്തിൽ നൽകി തന്നിട്ടുണ്ട്. അത് നാം മനസ്സിലാക്കേണ്ടതിന് നാം ആദ്യം തിരിച്ചറിയണം, ദൈവമാണ് സകലത്തിൻ്റെയും സൃഷ്ടാവ്. സകലത്തെ സൃഷ്ടിച്ചത് ദൈവമാണ്. ദൈവവചനത്തിൽ ഉൽപ്പത്തി പുസ്തകം എന്ന ആദ്യ പുസ്തകത്തിൽ തന്നെ അതിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാണ് ആരംഭിച്ചത്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവമാണ് സൃഷ്ടിച്ചത്, ദൈവമാണ് സൃഷ്ടാവ്. മനുഷ്യനെക്കുറിച്ചും അങ്ങനെ പറയുന്നു. അതേ അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പം മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, പരിണമിച്ചുണ്ടായതല്ല, പൊട്ടിത്തെറിച്ചുണ്ടായതല്ല. ദൈവം വെച്ച സംവിധാനമാണ് അപ്പനും അമ്മയും മാതാപിതാക്കൾ. അവരിലൂടെ, അവരുടെ ബീജസങ്കലനത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടതാണ്. ദൈവ പദ്ധതിയാണ്. ദൈവമാണ് സൃഷ്ടാവ്. ഇപ്പോൾ സൃഷ്ടാവായതുകൊണ്ടുള്ള അവകാശം എന്താണ്? ദൈവം സൃഷ്ടാവായത് വളരെ ശ്രദ്ധിക്കുക. ദൈവം അത് അടിസ്ഥാന വിഷയമാണിത്. ദൈവം സൃഷ്ടാവായതുകൊണ്ട് ദൈവത്തിൻ്റെ പരിപൂർണ അധികാരം സകലത്തിൻ്റെ മേലുണ്ട്. സൃഷ്ടാവ് ആകാശം ഭൂമിയെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തിലുള്ള സകലവും സൃഷ്ടിച്ച, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിച്ചു നോക്കിയാൽ മതി. പ്രപഞ്ചത്തിലുള്ള സകലവും സൃഷ്ടിച്ച ദൈവത്തിന് ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ പരിപൂർണ അധികാരമുണ്ട്, പരിപൂർണ ആധിപത്യമുണ്ട്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 18-ാം വാക്യം: യഹോവ എന്നുമെന്നേക്കും രാജാവായി വാഴും. യഹോവ എന്നുമെന്നേക്ക് രാജാവായി വാഴും എന്നിവിടെ കൊടുത്തിരിക്കുകയാണ്. സങ്കീർത്തനം 29-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്: യഹോവ ജലപ്രളയത്തിന് മീതെയിരുന്നു, യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു. യഹോവ എന്നേക്കും രാജാവ് ഭരിക്കുന്നവനാണ്. 146-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യത്തിലും സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇപ്രകാരമാണ്. അവിടെ പറയുന്ന യഹോവ എന്നേക്കും വാഴും, സിയോനെ നിൻ്റെ ദൈവം തലമുറ തലമുറയോളം തന്നെ യഹോവയെ സ്തുതിപ്പിന്. യഹോവ എന്നേക്കും വാഴും, യഹോവ രാജാവേ വാഴുന്നു. പഴയ നിയമത്തിൽ വളരെ പ്രധാനപ്പെട്ട പ്രസിദ്ധനായുള്ള ഒരു പ്രവാചകനുണ്ടായിരുന്നു, ദാനിയേൽ പ്രവാചകൻ. ദാനിയേൽ പ്രവാചകൻ പല രാജാക്കന്മാർക്ക് കീഴിൽ പ്രധാനമന്ത്രിയായി, ജ്ഞാനമുള്ളൊരു മന്ത്രിയായി സേവനം ചെയ്ത മനുഷ്യനാണ്. ദാനിയേലിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 34 മുതൽ 37 വേദഭാഗത്തിൽ നമുക്ക് വായിച്ച് കേൾക്കാം. നെബൂഖദ്നേസർ എന്ന രാജാവ് മൃഗത്തെ പോലെ മാറ്റി ദൈവം അവനെ ചില പാഠങ്ങൾ അവനെ പഠിപ്പിക്കാൻ, അവൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തി, സിംഹാസനത്തെ വിളിച്ച് താഴെ ഇറക്കി, തോട്ടത്തിൽ കാട്ടുമൃഗങ്ങളോടൊപ്പം അവനെ വസിപ്പിച്ചു. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അവൻ കാള എന്ന പോലെ പുല്ല് തിന്നുകയും അവൻ്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. ആ കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ തൻ്റെ സാക്ഷ്യം കേൾക്കുക, വളരെ അത്ഭുതകരവും മനോഹരവുമാണ്. നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി, എൻ്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. ബുദ്ധി യഥാർത്ഥത്തിലുള്ളവർ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തും. യഥാർത്ഥത്തിൽ പഠിക്കേണ്ട പാഠങ്ങൾ പഠിച്ചവർ ദൈവത്തിങ്കിലേക്ക് നോക്കും.
എന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി, എൻ്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു. അവൻ്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യവും അവൻ്റെ രാജ്യത്വം തലമുറ തലമുറയായുള്ളതല്ലോ. ബാബിലോൺ എന്ന മഹാസാമ്രാജ്യത്തിൻ്റെ രാജാവായ മനുഷ്യൻ വിശ്വാസിയായിട്ടില്ല, പക്ഷെ അവൻ്റെ സാക്ഷ്യം, അവൻ്റെ അനുഭവമാണിത്. ദൈവത്തെ അംഗീകരിക്കുകയാണ്. ആ ദൈവമാണ് യഥാർത്ഥ രാജാവ്. അവൻ സർവ്വഭൂവാസികളെ നാസ്തിയായി എണ്ണുന്നു. സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവൻ്റെ കൈ തടുപ്പാനോ നീ എന്ത് ചെയ്യുന്നു അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയില്ല. എന്തൊരു തിരിച്ചറിവാണ്! ആ നേരത്ത് തന്നെ എൻ്റെ ബുദ്ധി മടങ്ങി വന്നു. ഇതാണ് മനുഷ്യൻ്റെ യഥാർത്ഥ ബുദ്ധി. ഇങ്ങനെയുള്ള മനുഷ്യനെ കാണാനുള്ള ദൈവം അന്വേഷിക്കുന്നത്. ബുദ്ധിമാനുണ്ടോ എന്ന് നോക്കാൻ, ദൈവത്തെ അന്വേഷിക്കുവാൻ, പൂർണ്ണഹൃദയത ഏകാഗ്ര ചിത്തതയോടെ ദൈവത്തെ തേടാൻ കഴിയുന്ന മനുഷ്യനാണ് ബുദ്ധിമാൻ. അവന് സമ്പത്ത് കുറവായിരിക്കാം, മറ്റു കുറവുകളുണ്ടായിരിക്കാം, പക്ഷെ അവൻ ദൈവത്തെ തേടുകയാണ്, ദൈവത്തെ കാണേണ്ടതിനെ കാണുകയാണ്. ആ നേരത്തെ തന്നെ എൻ്റെ ബുദ്ധി മടങ്ങി വന്നു. എൻ്റെ രാജ്യത്വത്തിൻ്റെ മഹത്വത്തിനായി എൻ്റെ മഹിമയും മുഖപ്രകാശവും മടങ്ങി വന്നു. എൻ്റെ മന്ത്രിമാരും മഹത്തുക്കളും എന്നെ അന്വേഷിച്ചു. ഞാൻ എൻ്റെ രാജ്യത്വത്തിൽ യഥാസ്ഥാനപ്പെട്ടു. ശ്രേഷ്ഠമഹത്വം എനിക്ക് അധികമായി ലഭിച്ചു. പക്ഷെ പഠിക്കേണ്ടത് പഠിച്ചു. ആരാണ് യഥാർത്ഥ രാജാവെന്ന്. 37. ഇപ്പോൾ നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു. അപ്പോൾ ആ ദൈവത്തെ ബഹുമാനിക്കാനും പുകഴ്ത്താനും സ്തുതിക്കാനും പഠിച്ചു രാജാവ്. യഥാർത്ഥ രാജാവാരാണെന്ന് കണ്ടു. യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ കണ്ടതുപോലെ ഹിസ്കിയ രാജാവ് യഥാർത്ഥ രാജാവാരാണ്? അവൻ്റെ പ്രവൃത്തികളൊക്കെ സത്യവും അവൻ്റെ വഴികൾ ന്യായവുമാകുന്നു. നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ എന്നും കൂടെ പറഞ്ഞു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-22 വാക്യങ്ങളിലും കർത്താവ് യേശുവിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുമ്പോൾ ഇപ്രകാരം പറയുകയുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20 മുതൽ വായിക്കുമ്പോൾ, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച്, ദൈവത്തെക്കുറിച്ചാണ്, ക്രിസ്തുവിലെ വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തമീതെ ഇരുത്തുകയും സർവ്വവും എൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവ്വത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലുമെല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവ് യേശുവിനെ പിതാവിനെ ഉയർത്തിക്കൊണ്ട് ഇരുത്തിയിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചാണ്, ഉന്നത സ്ഥാനത്ത്. ഇതാണ് ഫിലിപ്പി ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിലും അതിൻ്റെ 8 മുതൽ 11 വാക്യങ്ങളും പൗലോസ് അപ്പോസ്തലൻ കർത്താവ് യേശുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചും തേജസ്കരണത്തെക്കുറിച്ചും സംസാരിച്ചപ്പോൾ പറഞ്ഞത്, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവിൻ്റെ പിതാവ് ദൈവത്തിൻ്റെ മഹത്വത്തിന് ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. സർവ്വലോകത്തിലും യേശുക്രിസ്തുവിൻ്റെ അധികാരം എന്താണ്? സ്വർലോകത്തിൽ, ഭൂലോകത്തിൽ, അധോലോകത്തിൽ സകല നാവും ഏറ്റുപറയേണ്ട നാമം, അധികാരം യേശുവാണ്. ഉയർത്തിക്ക് സ്ഥാനം എത്ര വലുതാണ്! കാരണം ദൈവം സൃഷ്ടാവാണ്. സൃഷ്ടാവായി ദൈവത്തിന് അധികാരമുണ്ട്, ആധിപത്യമുണ്ട് സകലത്തിൻ്റെ മേലും. സകലത്തിൻ്റെ മേലും വാഴുന്നവനാണ്. ഈ ആധിപത്യം ഈ ഭൗതിക ലോകത്തിൻ്റെ മേലുണ്ട്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ എബ്രായ ലേഖൻ പറഞ്ഞു, അവിടെ യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുമ്പോൾ ഇപ്രകാരമാണ് പറഞ്ഞത്. എബ്രായ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ കർത്താവ് യേശുവിനെക്കുറിച്ച് പറഞ്ഞു, അവൻ്റെ, അതായത് പിതാവിൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്തിൽ വഹിക്കുന്നവനുമാകൊണ്ട് സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിച്ചു. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശക്തിയുള്ള വചനത്തിൻ്റെ ശക്തി കൊണ്ട് താങ്ങി നിർത്തുകയാണ്. അപ്പോൾ ആധിപത്യമാണ് ഭൗതിക ലോകത്തിലുള്ളത്. ദൈവത്തിൻ്റെ ഉന്നതനായ ദൈവത്തിൻ്റെ സൃഷ്ടാവെന്നതിൻ്റെ ആ വലിയ ആധിപത്യം, അധികാരം ഈ സൃഷ്ടിയുടെ മേലുണ്ട്, മനുഷ്യവർഗത്തിൻ്റെ മേലുണ്ട്. ഈ അധികാരം, സൃഷ്ടാവെന്ന അധികാരം, ശ്രദ്ധിക്കുക, സൃഷ്ടാവെന്ന അധികാരമുള്ള ദൈവത്തിന് നിയമങ്ങൾ നൽകാൻ അവകാശമുണ്ട്. ദൈവത്തിന് മാത്രമേ നിയമം നൽകാൻ അധികാരമുള്ളൂ. കാരണം സൃഷ്ടാവെന്ന നിലയിൽ നിയമങ്ങൾ നൽകുവാൻ, മനുഷ്യന് ആവശ്യമായ നിയമങ്ങൾ നൽകുവാനുള്ള അധികാരം ദൈവത്തിനാണ്. അതുമാത്രമല്ല, നിയമം നൽകിയ ദൈവത്തിന് നമ്മോട് അനുസരണം ആവശ്യപ്പെടാനുള്ള അധികാരവുമുണ്ട്. ആ നിയമത്തോട് നാം അനുരൂപപ്പെടുക, നിയമത്തെ അനുസരിക്കുക, അത് നമ്മോട് ആവശ്യപ്പെടുക. നിങ്ങൾ അനുസരിക്കണം, അനുസരിച്ചില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുമെന്ന് പറയാനുള്ള പൂർണ്ണ അധികാരം ദൈവത്തിനാണ്. എന്നാൽ ദൈവത്തിനാണ് നിയമം തരാനുള്ള അധികാരം. വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യുവാൻ രക്ഷിക്കപ്പെടുക ദൈവം പറയുമ്പോൾ ആ പറയാനുള്ള അധികാരം ദൈവത്തിനുണ്ട്. അങ്ങനെ തയ്യാറായില്ലെങ്കിൽ ശിക്ഷിക്കുവാനുള്ള അധികാരവും ദൈവത്തിനുണ്ട്. ദൈവമാണ് സൃഷ്ടാവ്, നമ്മുടെ ജീവശ്വാസം നൽകിത്തന്ന ദൈവം. അപ്പോൾ ദൈവ സൃഷ്ടാവായതുകൊണ്ട് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും,
ദൈവം തൻ്റെ ധാർമ്മിക നിയമങ്ങൾ, മനുഷ്യന് ആവശ്യമായ നിയമങ്ങൾ മനുഷ്യരോട് ആശയവിനിമയം ചെയ്തു. മനുഷ്യർക്കത് പറഞ്ഞു തന്നു. എന്തിന്? നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ, സമൂഹങ്ങളെ വാർത്തെടുക്കാൻ, ഐക്യതയോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ മനുഷ്യർ ചേർന്ന് ജീവിക്കാൻ ആവശ്യമായ നിയമങ്ങൾ നൽകിത്തരികയും അത് നമുക്ക് ബോധ്യപ്പെടുത്തിരിക്കുകയും ചെയ്തു. ആ നിയന്ത്രണം, പരിപാലനം, നടത്തിപ്പില്ലായിരുന്നുവെങ്കിൽ മനുഷ്യന് ആശയക്കുഴപ്പമുണ്ടായേനെ. ബാബേൽ ഗോപുര സമയത്ത് മനുഷ്യരുടെ ഭാഷകൾ മാറിയപ്പോൾ തന്നെ പരസ്പരം ഭിന്നിച്ച് കലക്കിക്കളഞ്ഞു. അതേപോലെ ആയിത്തീർന്നേനെ. ഒരു നിയമമില്ലായിരുന്നെങ്കിൽ പക്ഷെ തമ്മിൽ അകന്ന് വലിയ പ്രശ്നത്തിൽ പോയേനെ. യിരെമ്യാ പ്രവാചകൻ പറയുന്നത് വളരെ സത്യമാണ്. യിരെമ്യാ പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, മാറ്റമില്ലാത്ത ധാർമ്മിക നിയമങ്ങൾ മനുഷ്യർക്ക് നൽകുവാൻ മനുഷ്യരിൽ യാതൊരു കഴിവുമില്ല. യിരെമ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 10-23 വാക്യത്തിൽ പ്രവാചകൻ പറഞ്ഞൊരു വലിയ സത്യമാണ്. പ്രവാചകൻ എന്താ പറഞ്ഞത്? യഹോവേ, മനുഷ്യന് തൻ്റെ വഴിയും നടക്കുന്നവന് തൻ്റെ കാലുകടികളെ നേരെയാക്കുന്നതും സ്വാധീനമല്ല ഞാൻ അറിയുന്നു. മനുഷ്യന് അവൻ്റെ വഴി കണ്ടെത്താൻ, അവൻ നടക്കുന്ന മനുഷ്യൻ അവൻ്റെ കാലടികളെ നേരെയാക്കാൻ അവന് കഴിവില്ല. അവന് യാതൊരു കഴിവുമില്ല. ഈ സത്യം തിരിച്ചറിയണം. സദൃശവാക്യങ്ങളുടെ പുസ്തകം അതിൻ്റെ 20-ാം അധ്യായം, സദൃശവാക്യങ്ങൾ 20-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ, സദൃശവാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കേൾക്കാം. സദൃശവാക്യങ്ങൾ ജ്ഞാനം നൽകുന്ന സന്ദേശങ്ങളാണ് സദൃശവാക്യത്തിൻ്റേത്. അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം പറയുന്നത്, മനുഷ്യൻ്റെ ഗതികൾ യഹോവയാൽ നിയമിക്കപ്പെടുന്നു, പിന്നെ മനുഷ്യന് തൻ്റെ വഴി എങ്ങനെ ഗ്രഹിക്കാം? ദൈവമാണ് മനുഷ്യൻ്റെ വഴികളെ നിയന്ത്രിക്കുന്നത്. ഇത് തന്നെയാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് ഇത് തന്നെയാണ്. യെശയ്യാവ് 26-ാം അധ്യായം 7-ാം വാക്യം. അവിടെ പറഞ്ഞു, നീതിമാൻ്റെ വഴി ചൊവ്വുള്ളതാകുന്നു, നീ നീതിമാൻ്റെ പാതയെ ചൊവ്വായി നിരത്തുന്നു. ദൈവമാണ് നീതിമാൻ്റെ പാതകളെ നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. ഇതൊരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ അധികാരം, മനുഷ്യരുടെ ധാർമ്മിക നിയമങ്ങൾ നൽകുവാനുള്ള ദൈവത്തിൻ്റെ അധികാരത്തെ തിരിച്ചറിയണം. ആ നിയമങ്ങളിലൂടെയാണ് അന്യോന്യമുള്ള ബന്ധം ക്രമീകരിക്കപ്പെടേണ്ടത്. ദൈവം പറയുന്ന പോലെ ആയിരിക്കണം നമ്മുടെ പരസ്പരമുള്ള ബന്ധം. അത് ഭാര്യയോടാകാം, ഭർത്താവിനോടാകാം, അപ്പനോടാകാം, അമ്മയോടാകാം, മക്കളോടാകാം. ദൈവം ഒരു നിയമം പറഞ്ഞിട്ടുണ്ട്, ഒരു വഴി പറഞ്ഞിട്ടുണ്ട്. അതുവഴി നമ്മൾ സഞ്ചരിച്ചാൽ അനുഗ്രഹിക്കപ്പെടും. എഫേസ്യർ 6-ാമത്തെ നമുക്കറിയാം, മാതാപിതാക്കളോടും അപ്പന്മാർ മക്കളോടും, മക്കൾ അപ്പന് അമ്മയോട്, ദാസൻ യജമാനോടും, യജമാന ദാസനോടും ഒക്കെയുള്ള ബന്ധം എങ്ങനെയായിരിക്കണം? ദൈവം വ്യക്തമായി തൻ്റെ ഹിതം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാം തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം, ദൈവം നമുക്ക് നൽകുന്ന നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ, സാമാന്യ ബുദ്ധിയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ തന്നെയാണ് ദൈവം തൻ്റെ നിയമങ്ങൾ തരുന്നത്. വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയാത്തതല്ല. നമുക്ക് വായിക്കാൻ താല്പര്യമില്ല, മനസ്സില്ല, അനുസരിക്കാനും കേൾക്കാനും നമുക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് മനുഷ്യൻ്റെ പ്രശ്നം. പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റാത്തതല്ല. മനസ്സിലാക്കാൻ കഴിയുന്ന സാമാന്യ ബുദ്ധി കൊണ്ട്, ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ട് വരുന്നു എന്ന് റോമലേഖനത്തിൽ പറയുന്ന പോലെ, സാമാന്യ ബുദ്ധിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ തന്നെയാണ് ദൈവത്തിൻ്റെ നിയമങ്ങൾ നമുക്ക് ആശയവിനിമയം ചെയ്തത്. അത് നമ്മൾ സ്നേഹത്തിൻ്റെ ആത്മാവിൽ അനുസരിക്കണം. അങ്ങനെ അനുസരിച്ച് കഴിഞ്ഞാൽ ഒരു ബന്ധം, ഒരു ഐക്യത പരസ്പരം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു പഠനം നമ്മൾ ആരംഭിക്കുമ്പോൾ ആദ്യം ദൈവം എങ്ങനെയാണ് തൻ്റെ ഹിതം മനുഷ്യനോട് ആശയവിനിമയം ചെയ്തത്, അറിയിച്ചത് എന്ന് ചിന്തിച്ച് നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് മനുഷ്യനോട് ദൈവം തൻ്റെ നിയമങ്ങൾ, ഹിതം, ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ നിയമം എല്ലാം ഒന്ന് തന്നെയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ മനസ്സ്. ആദ്യമായിട്ട് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തേക്കാണ് ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു പോയത്. അതിനു മുമ്പ് ദൈവത്തിൻ്റെ അധികാരത്തെക്കുറിച്ച് നമ്മൾ ആദ്യം ചിന്തിച്ച് തുടങ്ങാം. ദൈവിക അധികാരം അത് ഉത്ഭവിക്കുന്നത് പിതാവായ ദൈവത്തിൽ നിന്നാണ്. പിതാവായ ദൈവത്തിൽ നിന്നാണ് ദൈവികമായ അധികാരങ്ങൾ ഉണ്ടാകുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മനുഷ്യകുലത്തിന് ചരിത്രത്തിലുടനീളം തൻ്റെ ഇഷ്ടം, ഹിതം അറിയിച്ചു. അപ്പോൾ ഇന്ന് നമ്മളായിരിക്കുന്ന കാലം, ഇപ്പോൾ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നതിൻ്റെ ഹിതം എന്തെന്ന് നമ്മൾ ആദ്യം കൃത്യമായി മനസ്സിലാക്കണം. പിതാക്കന്മാരുടെ കാലത്തല്ല, ന്യായപ്രമാണ കാലത്തല്ല, ഇപ്പോൾ ഈ അന്ത്യകാലത്ത്, ക്രിസ്തീയ കാലത്ത് ദൈവഹിതം എന്താണ്, ഇന്നിന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചന എന്താണ്, ദൈവം വെളിപ്പെടുത്തിയ സത്യം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണം. നമ്മളായിരിക്കുന്ന കാലഘട്ടം തിരിച്ചറിയണം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അത് തിരിച്ചറിയാനായിട്ടുള്ള കാലഘട്ടങ്ങളെയും ദൈവം ആരോട് സംസാരിച്ചു എന്നതിനെക്കുറിച്ച് നമ്മൾ ആദ്യം ചിന്തിക്കുമ്പോൾ, ദൈവം ആദ്യം പൂർവ്വ പിതാക്കന്മാരോട് സംസാരിച്ചു.
പൂർവ്വപിതാക്കന്മാരോട്. ആ ഒരു പോയിൻ്റ് മാത്രം പറഞ്ഞു വെക്കുന്ന അവസാനിപ്പിക്കാം. ദൈവം തൻ്റെ ഭൂമിയിലെ പൂർവ്വപിതാക്കന്മാരായവർ ആ കാലഘട്ടത്തിൽ, അതായത് കർത്താവ് യേശു സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതിനൊക്കെ മുമ്പ്, ഭൂമിയിൽ കർത്താവ് യേശു കടന്നു വരുന്നതിന് മുമ്പുള്ള പഴയ കാലത്ത് ദൈവം, പിതാവ് പുത്ര പരിശുദ്ധാത്മാവായ ദൈവം മനുഷ്യകുലത്തോട് ഇടപെട്ടു. പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവം തൻ്റെ ഹിതം മനുഷ്യരെ അറിയിച്ചത്. പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൽ പത്രോസ് ഇങ്ങനെ എഴുതി. പത്രോസ് 2-ാം ലേഖനം 1-21 വാക്യങ്ങളിൽ തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത്രേ. അപ്പോൾ പണ്ടത്തെ കാലത്ത് ദൈവം പൂർവ്വപിതാക്കന്മാരോട് ഇടപെട്ടത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ദൈവരോട് ഇടപെടുകയുണ്ടായി. ആ കാലത്ത് ദൈവം, പിതാവായ ദൈവം രാജാവാണ്, സകലത്തിൻ്റെയും തലയാണ്, അധികാരിയാണ്, പ്രപഞ്ചത്തിലെ സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്നവനാണ്. ഇപ്പോൾ സിനായ് മലയിൽ വെച്ചാണ് ദൈവം പഴയ നിയമം തൻ്റെ ജനത്തിന് കൊടുത്തത്. പഴയ നിയമം, ആ നിയമത്തിലൂടെ ദൈവം കുടുംബങ്ങളെ നിയന്ത്രിച്ചു. മനുഷ്യരായിട്ടുള്ളവരിൽ നിന്ന് തിരഞ്ഞെടുത്തതായ കുടുംബത്തലവന്മാർ ദൈവത്തിന് മുമ്പിൽ പ്രവാചകന്മാരും പുരോഹിതന്മാരും രാജാക്കന്മാരുമായിരുന്നു. ആ പിതാക്കന്മാരുടെ കാലഘട്ടം. അവിടെ നമ്മൾ നോക്കാം, ദൈവം കുടുംബത്തലവന്മാർ, പിതാക്കന്മാരുടെ കാലഘട്ടം എന്നറിയപ്പെടുമ്പോൾ തന്നെ വ്യക്തമാണ് പിതാക്കന്മാരോടാണ് ദൈവം സംസാരിച്ചത്. ആദ്യം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ, അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ, നോഹ ഒരു പിതാവാണ്, ഒരു കുടുംബത്തലവനാണ്, അവർ ദീർഘായുസുള്ളവരാണ്. 969 വയസ്സ് വരെ ജീവിച്ച മനുഷ്യരുള്ള കാലം. ഇപ്പോൾ മനുഷ്യൻ്റെ ആയുസ് വളരെ ദൈർഘ്യമേറിയതാണ്. അനവധി തലമുറകളെ അവർക്ക് ദൈവപരിജ്ഞാനത്തിൽ നടത്താൻ പറ്റുമായിരുന്നു. നോഹയോട് സംസാരിച്ചു. ഉൽപ്പത്തി 7-ാം അധ്യായം. ഉൽപ്പത്തി 12-ാം അധ്യായം നമുക്കറിയാം, ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. ഉൽപ്പത്തി 12-1 ആരംഭിക്കുക. ഞാൻ 1-ാം വാക്യം മാത്രമേ വായിക്കുന്നുള്ളൂ, ബാക്കി താഴോട്ട് വായിച്ച് നോക്കാവുന്നതാണ്. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, ഇബ്രാഹിം ലേഖനം 7-ാം അധ്യായത്തിൽ മെൽക്കിസദേക്കിനോട് ദൈവം സംസാരിക്കും. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 10 മുതൽ ഉള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ 28-ാം അധ്യായത്തിൻ്റെ 10 ഉള്ള വാക്യങ്ങൾ, എന്നാൽ യാക്കോബ് ബെർഷേബിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി അവൻ്റെ സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നുണ്ട്. അവിടെ രാപ്പാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവൻ സ്വപ്നം കണ്ടു, ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗ്ഗത്തോളം എത്തിയിരിക്കും, ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു, അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്. യാക്കോബിൻ്റെ ദൈവം സംസാരിച്ചപ്പോൾ പൂർവ്വപിതാക്കന്മാരുടെ ദൈവം സംസാരിക്കുകയാണ്. കുടുംബത്തലവന്മാരോട് ദൈവം തൻ്റെ ഹിതം അവരെ അറിയിച്ചു. അവരുടെ തലമുറകളെ അറിയിച്ചു. ഇത് 1-ാമത്തെ കാലം, പിതാക്കളുടെ കാലം. നമുക്ക് അടുത്ത കാര്യങ്ങൾ, അടുത്ത അവതരണത്തെ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ മറക്കരുത്, ദൈവത്തിന് എന്ത് അധികാരമുണ്ട്. പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, നമ്മളോട് സ്നാനപ്പെടണം, വിശുദ്ധമായി ജീവിക്കണം, ഈ തരത്തിൽ നിങ്ങൾ പെരുമാറരുത്, ഈ ദുശ്ശീലം കളയണം, ദൈവം ആവശ്യപ്പെടുന്നു പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ മനസ്സുകൊണ്ടെങ്കിലും ചോദിക്കും, ദൈവത്തിന് എന്ത് അധികാരം? ആദ്യം ഭൂമിയിൽ മനുഷ്യൻ തിരിച്ചറിയേണ്ടത് അതാണ്. എന്ത് അധികാരമാണ് ദൈവത്തിന് എൻ്റെ മേലുള്ളത്? ഞാൻ ഈ സംസാരിക്കുന്ന എൻ്റെ ജീവൻ ആരുടെ കയ്യിലാണ്? ദൈവം എൻ്റെ സൃഷ്ടാവാണ്, രാജാവാണ്, പ്രപഞ്ചത്തിൻ്റെ ഉടയവനാണ്. പൂർണ്ണ അധികാരമുണ്ട് ദൈവത്തിന് എന്നോട് കൽപ്പിക്കാൻ, എന്നെ ശാസിക്കാൻ, എന്നെ ശിക്ഷിക്കാൻ. ഉള്ള ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്, മെനഞ്ഞെടുത്തത്. ദൈവത്തിൻ്റെ ഹിതമാണ് ഞാൻ ചെയ്യേണ്ടത്. ഭൂമി ഞാൻ ജീവിക്കുന്ന ഉദ്ദേശം അതാണ്. ദൈവഹിതം ചെയ്യണം. എന്നെ ദൈവം ആദ്യം ആരെന്ന് തിരിച്ചറിയണം. തുടരാൻ നമ്മുടെ അടുത്ത പഠനത്തിൽ ഈ വലിയ ബോധത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം നമ്മെ നടത്തട്ടെ. നിങ്ങളുടെ ശ്രദ്ധയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.